ഹലോ, വെൽക്കം ടു ടുഡേയ്സ് എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ടൊരു മെമ്മറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും മറക്കാൻ കഴിയാത്ത, ഏറ്റവും വളരെ സന്തോഷം നിറഞ്ഞ ഒരു മെമ്മറിയാണ്. 2008 നടന്ന ഏഷ്യാനെറ്റ് വോഡഫോൺ തകദിമി എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലെ വിന്നറാണ് ഞാൻ. അതെന്ന് പറഞ്ഞാൽ ലൈഫിലൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഈ റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 2007 അതിൻ്റെ ഓഡീഷന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അച്ഛനും അമ്മയും ടി വിയിൽ ആഡ് കണ്ടിട്ടാണ് നമുക്ക് എന്തായാലും അയക്കാം, ഇത്രയും വർഷം ഡാൻസ് പഠിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നതും ഞാൻ വേണ്ട വേണ്ട എന്ന് പറയുന്നതും എനിക്കിപ്പോഴും നല്ലോണം ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നുണ്ടായിരുന്നു വേണ്ട, എന്തിനാണ് വെറുതെ, ഇഷ്ടം പോലെ ആൾക്കാർ കാണും. ആ ഒരു സമയത്ത് റിയാലിറ്റി ഷോ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൊരു ടൈമാണ്. അങ്ങനെ പുളിയറക്കോണത്ത് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിലാണ് ഞാൻ ഫസ്റ്റ് റൗണ്ട് ഓഡീഷന് പോകുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് സ്ഥലങ്ങളിൽ ഓഡീഷൻ സെൻറ്റർ ആയിരുന്നു അത്. അങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിലേക്ക് രാവിലെ പോകുന്നു, ഭയങ്കര തിരക്ക്, ഇഷ്ടം പോലെ ആൾക്കാർ. ഞാനപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, നമുക്ക് തിരിച്ചു പോകാം, ഇത്രയും പേര് ഇവിടെ നിൽക്കുകയല്ലേ. ഭയങ്കര ഇങ്ങനെ നമ്പർ അനുസരിച്ച് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ആൾക്കാരെല്ലാവരും. എന്തായാലും ഇത്രയും ദൂരം വന്നല്ലേ, നമുക്ക് എന്തായാലും ഓഡീഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തു. ഞങ്ങളുടെ നമ്പർ വിളിച്ചു, ഞാൻ പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ 3 ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഡാൻസ് പെർഫോം ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ 3 ഡിഫറെൻറ്റ് സോങ്സ്, ഓരോ മിനിറ്റിൽ ഓരോ സ്റ്റൈൽ അങ്ങനെ പെർഫോം ചെയ്തു. തിരിച്ചു വന്നു, സെലക്റ്റഡ് ആണെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞു. ഇത്രയും പേരില്ലേ, നമ്മളെല്ലാവരോടും പറയും ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് അപ്രോച്ചൊക്കെ വേണമെന്ന്. പക്ഷെ അതൊക്കെ നമുക്ക് പറയാൻ മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യില്ല. ഇത്രയും പേര് നിൽക്കുമ്പോൾ, ഇത്രയും പേര് കഴിവുള്ള ഡാൻസേഴ്സ് നിൽക്കുമ്പോൾ നമുക്കതിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ലെവലിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ലായിരുന്നു. ഒരു ദിവസം പെട്ടെന്നാണ് കോൾ വരുന്നത്, ശരി സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിൻ്റെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഓഡീഷൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 10,000 ആൾക്കാർ വേൾഡ് വൈഡ് അപ്ലൈ ചെയ്തു. അവരുടെ ഒരു സെറ്റ് ഓഡീഷൻ കഴിഞ്ഞിട്ട് അവർ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ആൾക്കാരെ രണ്ടാമത്തെ ഓഡീഷന് വിളിച്ചു. ലൈക്ക് 70 മെമ്പേഴ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ 70 പേരിൽ നിന്നും അവർ 15 പേര് എടുക്കണം എന്നായിരുന്നു പ്ലാൻ. ബട്ട് ഐ തിങ്ക് 23 പേരെയാണെന്ന് തോന്നുന്നു സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ 23 പേരെയും സെലക്ട് ചെയ്യുന്നത് ഒരു വലിയ കോമ്പറ്റീഷൻ ആയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയാം വേറൊരു എപ്പിസോഡിൽ. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വോഡഫോൺ തകദിമി എന്ന റിയാലിറ്റി ഷോയുടെ സ്റ്റേജിൽ ഞാൻ ആദ്യമായിട്ട് പെർഫോം ചെയ്ത ഒരു ഡാൻസാണ്. ശിവകര ഡമരുകലയം എന്ന് പറയുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ഫിലിമിലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഡാൻസാണ്. ഞാൻ ഫസ്റ്റ് ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഒരു ഡുവറ്റ് റൗണ്ടിനാണ്. ഞാനും പ്രിയ ഭാസ്കർ, ഡൽഹിയിൽ നിന്ന് വന്ന പ്രിയ ചേച്ചിയും ചേർന്നിട്ടാണ് ഈ ഡാൻസ് പെർഫോം ചെയ്തത്. ഈ ഒരു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞതും എനിക്ക് തോന്നുന്നു ഒത്തിരി നല്ല കമൻറ്റ്സ് എനിക്ക് കിട്ടി. വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ഒരു കിക്ക് സ്റ്റാർട്ട് എന്നൊക്കെ പറയില്ലേ, അതെന്തുകൊണ്ടും ഈ ഡാൻസാണ്. ഈ ഡാൻസിന് എന്നെ വളരെ നന്നായിട്ട് പ്രിയ ചേച്ചിയും സപ്പോർട്ട് ചെയ്തു. ഞാനും പ്രിയ ചേച്ചിയും ഒരേപോലെ കോസ്റ്റ്യൂമൊക്കെ മാച്ച് ചെയ്യാൻ നോക്കി. അതുപോലെ ഓർണമെൻറ്റ്സ്, അതുപോലെ സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്തിട്ടു. എനിക്ക് തോന്നുന്നു 2 ഡാൻസേഴ്സ് അല്ലെങ്കിൽ 2 കണ്ടസ്റ്റൻസ് പോലെ ആയിരുന്നില്ല, നല്ല 2 ഫ്രണ്ട്സ്, ഒരു ചേച്ചിയെ പോലെയായിരുന്നു എനിക്ക് പ്രിയ ചേച്ചി. അതുകൊണ്ട് തന്നെ നമ്മൾ കൊറിയോഗ്രാഫിയുടെ ടൈമിലായിക്കോട്ടെ, നമ്മളത് പ്രാക്ടീസ് സെഷൻസിലായിക്കോട്ടെ, അത് ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എന്താണ് പറയുക, ആ ഒരു നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയില്ലേ, അത് വളരെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്താണ് ഞങ്ങളുടെ ആ ഒരു 2 പേരുടെ ആ ഒരു ഡുവറ്റ് പെർഫോമൻസിൽ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, എൻജോയ് ചെയ്യുക. കണ്ടിട്ട് വന്നാലോ. ഏഷ്യാനെറ്റ് ഒരുക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡാൻസ് റിയാലിറ്റി ഷോ ഡാൻസ് വേൾഡ് വൈഡ് വിത്ത് വോഡഫോൺ തകദിമി. സ്വാഗതം. ജോഡി മലയാളം റൗണ്ടിൽ നമ്മുടെ വെരി ഫസ്റ്റ് പെർഫോമൻസ് Priya from Delhi and Gayatri from Trivandrum. എൻ്റെ പേര് പ്രിയ. ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ചെയ്യാൻ പോണമായിട്ട് കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ ശിവകര ഡമരുകര, ലക്ഷ്മി ഗോപാലസ്വാമി പിന്നെ ഭാനുപ്രിയം അവതരിപ്പിച്ച ഡാൻസാണ് ഇന്ന് കളിക്കാൻ പോകുന്നത് ഞങ്ങൾ. എൻ്റെ പേര് ഗായത്രി ഗോവിന്ദ്. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ശിവകരടമരുകലയമായി നാദം നാദ്രദാന ജീ
ഗതിയുടെ നടയായി താളം സാഗര ചലനം പ്രകൃതിയിൽ അനഘജതികളാ വനലത ഇളകും ലയഗതി പവന നടകളായി സ്വരകലിക ചടുല മുഴുകും അമൃതഗംഗേ ശിവകരണമരു കലയമായി നാദം ഋതുപദഗതിയുടെ നടയായി താളം നാദൃധന ധിരനന ധിരധീന്തന നാദൃധന ധിരനന ധിരധീന്തന did a good job. Thank you. Let's see what the judges have to say. Great performance, both of you. Thank you, ma'am. Commendable. Karanam oru idu quite a tiring song aanu enikku and it was so tough to give marks. Both of you were equally good, and choreography valare nannayirunu. Thank you, ma'am.
and beautifully you shared space at the same time. ഓരോരുത്തർക്ക് அந்த ഇൻഡിവിജ്വൽ ബിറ്റ്സ് കൊടുത്ത് യു ഷെയർഡ് ഈവൻ ദി ഇൻഡിവിജ്വൽ ബിറ്റ്സ്. സോ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കൂടെ കുറച്ച് ഈസി ആയിരുന്നു അത്. ആൻഡ് കോസ്റ്റ്യൂംസ് മാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് ഡിഫറെൻറ്റ് സ്റ്റൈൽ ആയെങ്കിലും യു സോർട്ട് ഓഫ് മാച്ച്ഡ് കളേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് ദെൻ ഇന്നൊരു എന്താ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് ഞാൻ പ്രിയൻ്റെ அந்த ഇൻഡിവിജ്വൽ ഐറ്റം കണ്ടു. അവിടെ ഒരു കിലോ കുറച്ച് ചായ ഇവിടെ വന്നില്ല. അത് ഭയങ്കര ഒരു ഗ്രേറ്റ് കാര്യമാണ്. And of course Priya, I think oru rendu place le she forgot. That's okay if you forget, but you blanked out somewhere. And ini korchu kudal I think Priya ini korchu kudal bright avamnu ende vicharichu innathe performance le ine korchu kuda inhibited. I think in the group ചെയ്താൽ അതൊരു കോൺഷ്യസ്നെസ് ഉണ്ടാവും. നമുക്ക് തെറ്റക്കരുത്, നമുക്ക് ഇത് അടുത്ത് ഞാൻ അപ്പോൾ അടുത്ത് അവർ വി ഹാവ് ടു സിങ്ക്രണൈസ്, അതെല്ലാം ഐ തിങ്ക് കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നു. അത് പ്രിയ മുഖാലിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ പ്രിയ. ഓക്കെ, all right. And Gayatri was actually എനിക്ക് ഒരു സർപ്രൈസ് പാക്കേജ് ആണ്. ഞാൻ വിചാരിച്ചില്ല ഇത്ര നന്നായിട്ട് ഗായത്രി ഇത് എക്സ്പ്രഷൻസ് എല്ലാം ചെയ്യും. മൂവ്മെന്റ്സ് വളരെ നന്നായിരുന്നു, ബ്രൈറ്റ് ഫേസ് ഉണ്ടായിരുന്നു and bright expressions. It was a pleasure to watch you, Gayatri, today. Thank you, ma'am. Okay, both of you did a great job. Thank you. Vineet sir. ഗായത്രി ആൻഡ് പ്രിയ ആദ്യമായിട്ട് ഈ നൃത്തം ചിട്ടപ്പെടുത്തിയത് സ്വന്തമായിട്ടാണോ അതോ? ഫാന്റാസ്റ്റിക്, മാർവലസ്. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സോങ്, ബ്യൂട്ടിഫുൾ ആയ ഒരു സോങ്, അതിൽ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടും ചിലർ കൊറിയോഗ്രാഫ് ചെയ്യും. പക്ഷെ നിങ്ങൾ അതിൽ യഥാർത്ഥ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ആത്മാവ് കണ്ടിട്ട് യു ബ്രോട്ട് ഇറ്റ് ഔട്ട്. അതുപോലെ ഇടയ്ക്കുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന BGMസിലൊക്കെ നല്ല പ്രോപ്പർ അടവുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്തു വിത്ത് പെർഫെക്ഷൻ. അത് മനോഹരമായിരുന്നു. അത് ഇൻഡിവിജ്വലി ഹെൽപ് മീ കം പ്രിയ, യു ആർ വെരി ഗ്രേസ്ഫുൾ ആൻഡ് സ്ട്രെച്ചസ്, എവറിത്തിങ് ഇസ് ബ്യൂട്ടിഫുൾ. പക്ഷേ ഈവൻ ഐ ഫെൽ ദാറ്റ് ഒരു എലിമെന്റ് ഓഫ് പവർ കുറച്ച് കുറഞ്ഞ പോലെ എന്ന് തോന്നി, യുവർ എക്സ്പ്രഷൻസ് എസ്പെഷ്യലി. ബട്ട് ഇൻ ടോട്ടൽ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ആൻഡ് ഗായത്രി, യു ആർ ട്രെമൻഡസ് ടുഡേ. Thank you, sir. Fantastic, because your Angashuddham and of course your personality adds to it. ചില സ്ഥലങ്ങളിൽ ചില കൈയൊക്കെ ചില സമയത്ത് ഇതായി പോണു, ചുരുങ്ങി പോണു, and that stretch and dola hastam and all is sometimes at times, but otherwise in total it was very nice and very perfect. I felt your expressions were very nice. Gopika ma'am, നിങ്ങൾ രണ്ടുപേരും കൂടെ വളരെ നന്നായിട്ട് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും വിട്ടുകൊടുക്കാണ്ട് അതേ സമയത്തിൽ രണ്ടുപേരും ഈക്വലായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി. അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ആ ചരക്കടവെല്ലാം എല്ലാവർക്കും പ്രയാസമുള്ളതാണ്, അത് നന്നായിട്ട് ചെയ്തു. പ്രിയോട് ഞാൻ സോളോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ, ഹിപ്പ് തള്ളരുതെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് പ്രിയ അറിയാണ്. പ്രിയ വളരെ കോൺഷ്യസ് ആയിരുന്നു, പക്ഷെ പ്രിയ അറിയാണ്ട് ഇതെടുത്തപ്പോ ഇപ്പൊ അറിയാണ്ട് എന്റെ കൂടെ പോയി. അത് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. പിന്നെ ഒരിക്കൽ രണ്ടുപേരോടും കൂടെ പറയാനുള്ളത്, നിങ്ങൾ അവരുടെ കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോവും. ഇത് ചെയ്യുമ്പോ അത് മോണിന് കൈ താഴെ വരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞു. അത് വരട്ടെ, അത് വരുന്നതിന് മുമ്പ് തന്നെ അത് കഴിയാണ്. അത് വേണ്ട. പിന്നെ ഇങ്ങനെ താഴോട്ട് നോക്കാണ്ട് നേരെ നോക്കി ചെയ്യുക. അത് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. Okay, now that the judges have spoken, let's take a look at your marks. We'll start with Priya's marks. പ്രിയ മറന്നത് കൊണ്ട് 7. Vineet sir, 7 again. Lakshmi ma'am, 7. 21 out of 30. And Gayatri's marks, we'll start with Lakshmi ma'am, 8. Vineet sir, 8 again. Gopika ma'am, 8. 24 out of 30. Very good job. ഇപ്രാവശ്യം വന്ന തെറ്റുകളും കുറവുകളൊക്കെ ജഡ്ജസ് പറഞ്ഞ പോലെ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. അപ്പോൾ പ്ലീസ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോമാറ്റ് VT പ്രിയ. പിന്നെ ഇനി കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. 12555678. മൈ കോഡ് ഈസ് 18. എല്ലാവർക്കും വോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വോട്ട് എനിക്കും കൂടെ ചെയ്യുക. അപ്പോൾ എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോമാറ്റ് VT ഗായത്രി, GAYATHRI. നിങ്ങൾക്ക് കോൾ കൂടെയും വോട്ട് ചെയ്യാം. വോട്ട് ചെയ്യേണ്ട നമ്പർ 12555678. എൻ്റെ കോഡ് 09.
ഈ തക്കദിമി സ്റ്റേജിൽ ഞാൻ അതിന് മുമ്പത്തെ ഓഡീഷൻ റൗണ്ട് ചെയ്തെങ്കിലും എൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷനിൽ ഇന്നായതിനു ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആണ് ഈ പെർട്ടിക്കുലർ ഡാൻസ്. ഈ പെർഫോമൻസിന് മുമ്പുള്ള രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ഈ പ്രാക്ടീസ് സെഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് പോയി. ഞങ്ങൾക്ക് കുറച്ചൊരു 3 days ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി ഡൽഹിയിൽ നിന്നാണ് വരുന്നത്, ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പോൾ ചേച്ചി വന്നിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ. ഇതെല്ലാം കഴിഞ്ഞ് അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് യാതൊരുവിധ പരിചയമില്ല. വന്ന് ഭയങ്കര കമ്പനിയായി. അങ്ങനെയാണ് ഞങ്ങൾ ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഓർമ്മയുള്ളത് ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പെർട്ടിക്കുലർ ഡേക്കുള്ള ഷൂട്ടിന് വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രിയ ചേച്ചിയുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇത് പ്രിയ ചേച്ചിയുടെ സെക്കൻഡ് റൗണ്ടാണ്. ഇതാണ് ഫസ്റ്റ് റൗണ്ട്. എൻ്റെ സോളോ പിന്നെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ കാറിൽ പോവാണ്. അംബാസിഡർ കാറിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മേളിലിങ്ങനെ റൂഫ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കാറാണ്. ആക്ച്വലി അതെനിക്ക് തോന്നുന്നു ഞാൻ പ്രിയ ചേച്ചിയെ കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയ ചേച്ചി ഇങ്ങനെ കാറിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞ് കാണിച്ചു കൊടുത്തതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രം ട്രിവാൻഡ്രം നമ്മൾ സിറ്റിയിൽ നിന്ന് പേയാട് എത്തുന്നത് വരെയും ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ വണ്ടിയുടെ അകത്തേക്ക് വെള്ളം വീണു തുടങ്ങി. ഡ്രസ്സിൽ അത്രയായി. ഇത് എന്താ ഈ വെള്ളം വീഴുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ നോക്കുന്നുണ്ട്, കറക്റ്റായിട്ട് അടച്ചതാണല്ലോ. അപ്പോൾ എന്ത് പറ്റി? ഓക്കെ, ഗ്ലാസ്സിന് എന്തോ ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര കാരണം നമ്മൾ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞു. ഡാൻസ് കോസ്റ്റ്യൂം അല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ നമ്മൾ ബാക്കിലിരിക്കുന്നു, എല്ലാവരുടെയും ഡ്രസ്സ് നനയുന്നു. അയ്യോ എന്ത് പറ്റി? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു, ഇതിന് എന്തോ പ്രശ്നമാണ്, ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ശരിയാകുന്നില്ല. വെള്ളം ലീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞു ഞങ്ങൾ സ്ഥലത്തെത്തി, പുറത്തിറങ്ങി, ഞങ്ങൾ കോമ്പറ്റീഷനൊക്കെ ഡ്രസ്സ് ചെയ്തൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോഴും എന്താ വിചാരിക്കണം, ഭയങ്കര മഴയുള്ള സമയം തിരിച്ചു പോകുമ്പോൾ ഇതേപോലെ മഴയാണെങ്കിൽ വീണ്ടും നനയും. കുഴപ്പമില്ല, കാരണം സീറ്റെല്ലാം നനഞ്ഞു കേട്ടോ. പിന്നെയാണ് അൺഫോർച്ചുനേറ്റ്ലി അറിയുന്നത്, ഞാൻ ആദ്യം ആ ഗ്ലാസ് ഇങ്ങനെ തുറന്ന് അടച്ച് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ പ്രിയ ചേച്ചിയോട് പറയുന്ന സമയത്ത് ലാസ്റ്റ് അടച്ചപ്പോൾ നേരെ അതിൻ്റെ സ്വിച്ച് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്തില്ല. എൻ്റെ തെറ്റ് കാരണമാണ് അവിടെ അങ്ങനെ വലിയൊരു കാര്യം സംഭവിച്ചത്. അത് തിരിച്ച് ഈവനിങ് വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഈ ഒരു ഇഷ്യൂ കാരണമാണെന്ന്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ഡേ ആ ഷൂട്ടിന് വേണ്ടി പോകുമ്പോൾ ഉള്ളൊരു ഓർമ്മ എന്ന് പറയുന്നത് കംപ്ലീറ്റ് മഴ നനഞ്ഞൊരു ഓർമ്മയാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വെരി സ്പെഷ്യൽ. ആ ഒരു ഡാൻസ് ആയിക്കോട്ടെ, ആ ഒരു സ്റ്റേജ് ആയിക്കോട്ടെ, അല്ലേ? അപ്പോൾ എല്ലാവരും ഡാൻസ് ഉണ്ടല്ലോ അല്ലേ? എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പെർഫോമൻസ് ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇത് തക്കദിമിയെക്കുറിച്ചുള്ള ഒരു ഫസ്റ്റ് എപ്പിസോഡാണ്. ഇതുപോലെ ഓരോ റൗണ്ടിലുള്ള കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.